ഹായ്, നമസ്കാരം. ഞാൻ സൂര്യാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു 1 മാസമായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട്. സമയമില്ലാത്തതിൻ്റെ പുറത്താണ് ചെയ്യാത്തത്. ഇപ്പം ഈ വീഡിയോ ആയിട്ട് വരാനായിട്ട് കാരണം, ഞാൻ ഇന്നേ വരെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോസ്, ഇപ്പോൾ ഒരു 2-3 ദിവസമായി എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഉപ്പും മുളകും സീരിയലിലെ ആർട്ടിസ്റ്റ് സിദ്ധാർത്ഥിനെ വഴി സൈഡിലിട്ട് വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് വീഡിയോയ്ക്കകത്ത്. നമുക്കത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിന് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഓക്കെ, പുള്ളീനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നതല്ല, സിദ്ധാർത്ഥിനെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. സിദ്ധാർത്ഥിൻ്റെ പ്രായം അനുസരിച്ചും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റ് ചെയ്തതിന് അതിന് പോലീസിനുണ്ട്, നിയമമുണ്ട്, കോടതിയുണ്ട്. അത് പോലീസിനെ ഏൽപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇതുപോലെ നാട്ടുകാർ ഉപദ്രവിക്കാനായിട്ട് അത്രമാത്രം എന്താണ്, തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല പറയുന്നത്, പക്ഷെ നാട്ടുകാർക്ക് ഉപദ്രവിക്കാനായിട്ടുള്ള ഒരു അധികാരം എന്താണുള്ളത്? വല്ലാണ്ട് വിഷമമായി കാരണം സിദ്ധാർത്ഥിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്, വഴിയിലിട്ട് വലിക്കുന്നുണ്ട്. ഇതൊക്കെ ആ സിദ്ധാർത്ഥിന്റെ കുടുംബം കാണുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമവും, അതെന്താ അവരാരും ചിന്തിക്കാത്തത്? അതേ ഒരു ആർട്ടിസ്റ്റിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിസിറ്റി കിട്ടും, റീച്ച് കിട്ടും, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചെയ്തത് തെറ്റ് തന്നെയാണ്, ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. സിദ്ധാർത്ഥിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും, അതല്ല ഒരാളെ ഇടിച്ചിട്ടു, അതൊക്കെ ഭയങ്കര തെറ്റ് തന്നെയാണ്. പക്ഷെ ആ തെറ്റ് ചോദിക്കാനായിട്ട് പോലീസും കോടതിയും എല്ലാം ഉണ്ടല്ലോ. അത് നിയമത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നിയമത്തിന് വിട്ടുകൊടുത്താൽ പോരെ? എന്തിനാണ് നാട്ടുകാർ ഇത്രമാത്രം ആ ഒരു വ്യക്തിനെ ഇട്ടുകൊണ്ട് ഇതുപോലെ ഉപദ്രവിച്ചത്? അത് കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോഴും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എനിക്കൊരു കുടുംബം ഉണ്ടടാന്ന് പറയുന്നുണ്ട്. അത്രമാത്രം പ്രകോപിപ്പിക്കാനായിട്ട്, ഇത്രമാത്രം ഇതായിട്ട് എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഒരാളെ ഇതുപോലെ ഇട്ട് ഉപദ്രവിക്കുക എന്ന് പറയുമ്പോഴേക്കും അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അതിനകത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഇത് ഉപ്പും മുളകും സീരിയലിലെ ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വീഡിയോയ്ക്കകത്ത് കേൾക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിനെ, ആർട്ടിസ്റ്റിനെ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആർട്ടിസ്റ്റ് അല്ല, ആരും ആയിക്കോട്ടെ. ഇപ്പൊ സിദ്ധാർത്ഥ് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് അല്ല, നോർമൽ ഒരു മനുഷ്യനാണെങ്കിൽ പോലും നാട്ടുകാർക്ക് ഉപദ്രവിക്കാനായിട്ട് എന്ത് റൈറ്റ് ആണുള്ളത്? അതിനേക്കാൾ എന്തോരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ കിടന്ന് നടക്കുന്നുണ്ട് ഇല്ലേ? പിഞ്ചു കുട്ടികളെ ഉപദ്രവിച്ച് കൊന്നിട്ടുണ്ട് നമ്മുടെ നാട്ടില്. അപ്പോഴൊന്നും ഈ നാട്ടുകാര് ഇടപെട്ട് കാണുന്നില്ലല്ലോ. അപ്പോഴൊക്കെ എല്ലാവരും മൗനം പാലിക്കും. ഒരു കുറച്ച് 4 ആൾ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ ഇട്ടുകൊണ്ട് ഇതുപോലെ അപമാനിക്കുകയും ചെയ്യും. പക്ഷെ ഇതിനകത്ത് ആ വീഡിയോയ്ക്ക് ഇത് പറയുന്നുണ്ട്, പോലീസുകാരെ ഉപദ്രവിച്ചു, സിദ്ധാർത്ഥ് പോലീസുകാരെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം. പക്ഷെ ആ വീഡിയോയ്ക്കകത്ത് പോലീസുകാരുടെ യൂണിഫോം ഇട്ട ഒരാളെ പോലും ഞാൻ കണ്ടില്ല. അതിനിപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നാട്ടുകാരെ മാത്രമാണ് ആ വീഡിയോയ്ക്കകത്ത് കണ്ടിരിക്കുന്നത്. ഒരാളെ കാലും കെട്ടി കൈയും കെട്ടി വഴിക്കടെ വലിച്ചഴയ്ക്കുക, കഴുത്തിന് വലിച്ചു കുത്തി പിടിക്കുക, ഇതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? പെരുമ്പാവൂരില് ഒത്തിരി ഈ ബംഗാളീസും ആസാമീസും ഒക്കെ വന്നിട്ട് മയക്കുമരുന്നും കാര്യങ്ങളും ഇഞ്ചക്ഷനും കാര്യങ്ങളും അങ്ങനത്തെ പല കാര്യങ്ങളും റോഡ് സൈഡിൽ നിന്ന് വിൽക്കുന്നുണ്ട്. അവരൊന്നും എന്താണ് ഈ നാട്ടുകാർ കൈകാര്യം ചെയ്യാത്തത്? ഇതെല്ലാം ഈ സിദ്ധാർത്ഥിന്റെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഞാൻ വേറൊരു വീഡിയോ ഞാൻ കണ്ടത്. പെരുമ്പാവൂരിൽ ഒരു ബംഗാളി തന്നെ പറയുന്നത്, 5 ദിവസം തുടർച്ചയായിട്ട് എന്തോ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അതിനകത്ത് അഡിക്റ്റ് ആവും, 2 വർഷത്തിനുള്ളിൽ ആൾ മരിച്ചു പോകും. ഇതെല്ലാം ഫേസ്ബുക്ക് വഴി, സോഷ്യൽ മീഡിയ വഴി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അവരൊന്നും എന്താണ് ഈ നാട്ടുകാർ കാണുന്നില്ല?
അവരെയൊന്നും കൈകാര്യം ചെയ്യാനായിട്ട് എന്താ നാട്ടുകാർക്ക് പേടിയാണോ? പെട്ടെന്ന് ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ളവരുടെ അടുത്തേക്കായിരിക്കും ഇവര് മുമ്പിൽ കയറുക അല്ലേ? പക്ഷെ ഇത് ഭയങ്കരമായിട്ടത് മോശമായി പോയ കാര്യമാണ്. നാട്ടുകാരതിനകത്ത് ആ വ്യക്തിനെ ഇത്രമാത്രം ഉപദ്രവിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. ഞാൻ ഇത്രയെങ്കിലും ഒരു റിയാക്ട് ചെയ്തില്ല എങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലാതെയാവും. ആർട്ടിസ്റ്റ് എന്നുള്ള ഉപരി ഒരു മനുഷ്യനല്ലാതെയാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല, ഈ വീഡിയോ ഇനി പുറത്തേക്ക് ആയി കഴിയുമ്പോഴേക്കും എനിക്ക് പൊങ്കാല ഇടാനായിട്ട് കുറേ പേര് വരുമായിരിക്കും. അതിനകത്തൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.